എന്താ കാര്യം? അതാ പിള്ളച്ചേണ്ട സ്ഥലം അറിഞ്ഞൂടായോ? നിന്നെ പോലെ ആപ്പയിപ്പിക്കുന്ന ഇരിക്കാനുള്ളതല്ല. അതിനിപ്പോ ഒരു വന്നില്ലല്ലോ, വരുമ്പോഴെഴുന്നേറ്റാ പോരെ? ജീവൻ വേണേ എഴുന്നേറ്റു. അങ്ങേര് വന്ന ചോദിക്കാനും പറയാനും നിൽക്കത്തില്ല. ഒറ്റ വെട്ട തുണ്ടൻ രണ്ട. ഒന്നും കൂടെ ഇടിയാശാനെ. ആ വരുന്നുണ്ടല്ലോ. നിങ്ങൾ മാറിയിരുന്നു. വെള്ളത്തിലിരിക്കെ. എന്താ ഉണ്ടോ പരമാ വിശേഷം? അങ്ങനെ കഴിയുന്നു. ഒന്ന് ഒഴിക്കട്ടെ കേട്ടാ. പിന്നെ നിന്റെ മരമോന്ത കാണാനാണോ ഇങ്ങോട്ട് ഓടിക്കതച്ചു വന്നത്? മരമോന്തയൊന്നുമല്ല. പിന്നെ പെണ്ണുങ്ങൾക്കൊക്കെ വലിയ ഇഷ്ടമാ. ഷടേന്ന് ഒരെണ്ണം കൂടി ഇങ്ങോട്ട് ഒഴിച്ചു. 4 എണ്ണം ഒറ്റ അടിക്കടിച്ച ക്ഷീണം മാറത്തില്ല. അതുപോലത്തെ പണിയായിന്ന് പണിത്. ആ ഗോവിന്ദപ്പിള്ള മൈസൂരിട്ട് തെക്കേ അതിരിക്കുന്ന ആഞ്ഞിലി നീ കണ്ടിട്ടുണ്ടോടാ? ഉണ്ടോന്ന്? മാർത്താണ്ഡവർമ്മയുടെ കാലത്തോളം പഴക്കമുണ്ടെന്നാ പറയുന്നതിന്. ഏത് കാലത്തെ പഴക്കമുള്ളതിലും കൊള്ളാം. ഒത്ത ഒരു സാധന 4 പേര് പിടിച്ചാൽ പിടിമുറ്റത്തില്ല. അവനെ അല്ലയോ 2 ദിവസം കൊണ്ട് ഒറ്റയ്ക്ക് വീട്ടിൽ താഴെ ഇട്ടത്. രാമ 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 പാകുമ രാവണാന്തക മുകുന്ദ രാമ രാമ പാകുമ രാമ 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 പാകുമ രാവണാന്തക. എന്തുകൊണ്ടാ കൊഞ്ഞ സന്ധിക്കുന്ന ചിലക്കണത്? ഞാൻ നാളെ ചെറുക്കല്ലോ. നാണം. ഇനിയിപ്പോ അതിന്റെ കുറവേ ഉള്ളൂ ഇവിടെ. രാമ 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 രാവണാന്തക മുകുന്ദ രാമ രാമ പാകുമ രാമ 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 പാകുമ രാവണാന്തക മുകുന്ദ രാമ രാമ പാകുമ രാമ രാമ രാമ. അപ്പന്റെ തുള്ളി പെൻസിൽ എവിടെ? അപ്പൊ മറന്നുപോയി മക്കളെ. നാളെ ആട്ടെ. എണ്ണം കേട്ടോളെ. അപ്പം വിളിച്ചോ? നിന്നെയല്ല, നിന്റെ തള്ളേനെ. എവിടെയോള്? ആത്തുണ്ട്. ആ ഇങ്ങോട്ട് വിളിക്കേ. അമ്മയുടെ അപ്പം വിളിക്കുന്നു. ഇതാ എന്നെ വിളിച്ചോ? വിളിച്ചോന്നെ. പിന്നെ എന്നെ നന്ദനാണ് വിളിച്ചേ. എന്തുവാ? എന്തുവന്ന് നിനക്ക് അറിഞ്ഞുകൂടാ? മൂദേവി പോയി ചുള്ളത് എടുത്തോ അടി. എഴുതി വന്നിരിക്കുന്നു കയ്യും വീശി. പിന്നെ എന്തുവാ വീശേണ്ടത്? നിന്റെ വെഞ്ചാമരം. പോയി ചൂടുള്ളത് എടുത്തോ അടി. ഓ ശരിക്കും കേട്ടിട്ടുണ്ടല്ലോ കൊട്ടോടി. അതിന്റെ പக்கம் ഇതും കഴുത്തിയാൻ അറിഞ്ഞോടയും. അതാ ഇതിലും ഭേദം. ഇത്രയും ചാരായം കേട്ടിട്ടുണ്ടല്ലോ, അതിന്റെ പുറത്ത് നീ കറുപ്പും. വേണ്ട, അങ്ങനെ ഇപ്പം സുഖിക്കണ്ട. ഇടി കൊള്ളേണ്ടത് ഞാനാ. മനസ്സിന്റെ ഇപ്പം വെള്ളം തരാം. ഇത്തിരി ചൂടുവെള്ളം ചോദിച്ചാൽ തരാതെ ഉള്ള മുഴുവൻ മത്സ്യം തിന്നുകാൻ വേണ്ടി. മൂദേവി നീ തരത്തില്ലല്ലേ? പിന്നെ കൊമ്മാലും തരത്തില്ല. നീ തരത്തില്ലല്ലടി ആറുവാണിച്ച്. അത് ഇങ്ങോട്ട് തള്ളയാ. എന്താ നീ കളിക്കോ? നീ കളിക്കോ? എല്ലടി നിന്നെ നീ ഞാൻ മാറിക്കേ. ഇവിടെ നീ ഞാൻ കൊന്നിക്കോളൂ. എണ്ണം കിട്ടവളെ. മോള് കുഞ്ഞിനെ ഉറക്കുകയാണ്. ശബ്ദം ഒന്ന് കുറച്ചാ വേണ്ടില്ല. വെറുതെ ഇരിക്കപ്പാ. അയൽവക്കത്ത് മനുഷ്യരുണ്ട്. എന്നാ പോയി കിടന്ന് ഉറങ്ങിയാട്ടെ. ഇല്ലേ, ഇനി ഞാൻ കമാന്നും മിണ്ടത്തില്ല. ഇവിടെ വന്നിരുന്നേ. അമ്മേ, കാലമണി നിധി വിട്ട് ചാവത്തേ ഉള്ളൂ. നോക്ക് തങ്കേ, അമ്മ പറയുന്ന വല്ല കാര്യമുണ്ടോ? അപ്പൊ വീട്ടിൽ നിന്ന് പോയാ പിന്നെ ആരാ ഉള്ളത്? അത് ശരിയാ. അല്ലെങ്കിലും എന്തിനാ ചേച്ചി ഒരുപാട് പൈസ? മില്ല സ്വത്തുമൊക്കെ ഇല്ലേ? അതുപോരെ? അതെ, നമ്മുടെ പുള്ളിക്കാരനും അത് തന്നെയാ പറയുന്നത്. പറഞ്ഞ പോലെ ഇന്ന് വെള്ളിയാഴ്ചയാണല്ലേ? അപ്പോ നാളെ ശനി, സെക്കൻഡ് സാറ്റർഡേ. വാവച്ചേ, നമുക്ക് അമ്പലത്തിൽ പോയി തൊഴിലിട്ട് പോവാം. ഇന്ന് എന്താ ചേച്ചി വിശേഷം? ഇന്ന് കൊച്ചിന്റെ അച്ഛൻ വരുന്ന ദിവസമാ. അമ്മ എന്താ ഉണുന്നില്ലേ? വേണ്ട വേണ്ട, ഞാനും രുക്മിണിയുടെ പിന്നെ ഉണ്ടോളാം. പുതുമയൊന്നും വേണ്ട. എല്ലാം പതിവും പാരമ്പര്യം പോലെ അങ്ങ് നടന്നേച്ചാ മതി. ചന്ദ്രനും 2 ദിവസം കാണില്ലേ? എനിക്ക് ചില കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. എന്തോ അമ്മേ? അതൊക്കെ ഞാൻ പിന്നെ പറയാം. എനിക്കറിയാം അമ്മ ഉദ്ദേശിക്കുന്ന എന്തോന്ന്. എനിക്കും. നീ മിണ്ടായിരിക്കടാ, ആഹാരം കഴിക്ക. എന്തൊക്കെയുണ്ട് തങ്ക വിശേഷം? നല്ല വിശേഷം ചേട്ടാ. നീയല്ലേ വിശേഷം പറയേണ്ടത്? എനിക്കെന്തോ വിശേഷം. മാട് പോലെ പണിയെടുക്കും. 1-ാം തീയതി ശമ്പളം പറ്റും, അത്ര തന്നെ.
ജോലിയൊക്കെ കളഞ്ഞിട്ട് ഇവിടെ വന്ന് വല്ല മുറുക്കം കടയും തുടങ്ങിയാലോ എന്ന് ആലോചിക്കാൻ ഞാൻ. പിന്നെ ആലോചിക്കും. അപ്പോ നീയാണോ ഭർത്താവ് ഞാനോ? അത് ശരിയാ. അലയുടെ ചോദ്യം. കാണുമില്ലല്ലോ. വിടങ്ങ്. വല്ലവരും കാണും. വെറുതെ ഇരിക്കും. വിട്. തങ്കേ, ചേട്ടന് ഇത്ര വെള്ളം കൊണ്ട് കൊടുക്കാം. അതിനെവിടെ ചേട്ടൻ? അപ്പുറത്തുണ്ട്. കണ്ടോ, കുരുത്തക്കെട്ട് ഇത്തിരി കൂടുന്നുണ്ട് കേട്ടോ. ഞാൻ അമ്മയോട് പറഞ്ഞോളൂ. ഇതൊക്കെ ഒരു രസമല്ലയോ? അങ്ങനെ ഇപ്പൊ രസിക്കണ്ട. അപ്പോ അപ്പോ തങ്കേ, എന്റെ മുറിയിൽ ഇത്തിരി ചുക്കോളാൻ പറ്റാൻ കേട്ടോ. കൊള്ളാം. ഒരു നാണമില്ലേ കുട്ടൂടിയാണ്. നിനക്കല്ലയോ നാണോ ഇല്ലാത്ത? അതെ അതെ. പോട്ടേടി പടക്കുതിരെ. പറഞ്ഞത് മറക്കരുതേ. അത് ഞാൻ ഏറ്റു. ആത്മാവിന് സ്വല്പം പുക തരൂ. നിങ്ങൾ എവിടെ പോയിരുന്നു ഇത്ര നേരം? ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നേ. പോട്ടെ. ഓ, സാറ് എപ്പോ വന്നു? 2 ദിവസമായി. ഇന്ന് എന്തൊക്കെയുണ്ട് പോലും? ഒന്നുമില്ല, കണിയാൻ ചേട്ടനെ ഒന്ന് കാണാൻ കരുതാ. ഒരത്യാവശ്യ കാര്യമാ. എപ്പോ ചെന്നാലും പുള്ളിക്കാരൻ അവിടെ കാണത്തില്ല. ഇത്ര രാവിലെ വന്നപ്പോഴും അവിടെ ഇല്ല. എന്തേന്ന് ചോദിച്ചു. അത് രാവിലെ പോയതാന്ന് പറഞ്ഞു. പിന്നെ നമുക്ക് അവിടെ നിൽക്കേണ്ട കാര്യം എന്തുവാ? ഞാനിങ്ങ പോരുകയും ചെയ്തു. ഇത്തിരി ദുരിശമുണ്ട്. ചെല്ലട്ടോ. കാട്ടെ, സാറ് ചുമ്മാ നടക്കാം. എന്താ കുഞ്ഞെ, സുഖമാണോ? ആ, എറിഞ്ഞു പാട്ടാതെ കേറി പെരടാ കൊഞ്ഞ. നീയാണോ കൊഞ്ഞ്? കൊത്തൂരി അഡ്വച്ചാണ്ടല്ലോ. തതും തതും. നിന്റെ അപ്പൻ എന്തിയടാ? അതുമില്ല, തങ്കച്ചേ ഉള്ളൂ. തങ്കച്ചെന്ന് വിളി. എന്തിനാ? വിളിക്കേ. അയ്യോ, തങ്ക കൊടവല്ലയോ. ആ ആ, ഞാൻ മുക്കിലെ കടയിൽ പോയി മുട്ടായി മേടിച്ചു വന്നു. തങ്കച്ചി തങ്കച്ചി. ഓടണ്ട, അതൊക്കെ നടന്നു പോയാ മതി. എന്താ? അല്ല, അപ്പനെ ഒന്ന് കാണണമായിരുന്നു. അപ്പം വേലയ്ക്ക് പോയി. അല്ല, തങ്കക്കുട്ടി ആകെ അങ്ങ് ഉടഞ്ഞല്ലോ. അല്ല, ഞാൻ അറിയാഞ്ഞിട്ട് ചോദിക്കുക, എന്നോട് എന്തിനാ ഈ വിരോധം? ഞാൻ അപ്പന് ചാരാൻ കൊടുക്കുന്നുണ്ടാണോ? തങ്കക്കുട്ടി പറഞ്ഞാൽ ഇനി കൊടുക്കുന്നില്ലെന്ന് വെച്ചേക്കാം. എനിക്ക് ആരോടും വിരോധമില്ല. ആണെങ്കിൽ പറ, ഞാൻ ഈ ചാരായം വിൽപ്പന അങ്ങ് നിർത്തിയേക്കാം. സ്നേഹമുള്ളവർ പറഞ്ഞ എന്തും ചെയ്യുന്നവനാ ഈ വേലു. എന്ത് വേണേ ചെയ്തു, എനിക്ക് വേറെ പണിയുണ്ട്. എന്ത് പണിയായാലും ഞാൻ കൂടെ സഹായിക്കാം. എനിക്ക് എല്ലാ പണിയും അറിയാം. ഇവിടെ ആരുടെ സഹായം ഒന്നും വേണ്ട. ചേട്ടാ, ഇതൊരു സ്നേഹമില്ലാത്തതുപോലെ. ഗോപി, ഗോപി, എടാ ഗോപി. ചെറുക്കൻ എവിടെ പോയി? മുട്ടായി മേടിക്കാൻ പോയി. തങ്കക്കുട്ടിക്ക് മുട്ടായി ഇഷ്ടമാണോ? എനിക്ക് മുട്ടായി കിട്ടായി ഒന്നും വേണ്ട. പിള്ളച്ചേട്ടനെ ഒന്ന് കാണാൻ കരുതാ. ഒരത്യാവശ്യ കാര്യമാ. എന്തെന്ന് ചോദിച്ചു. കാലത്തെ പോയതാന്ന് പറഞ്ഞു. പിന്നെ നിങ്ങളുടെ കാര്യം എന്താ? ഞാനിങ്ങ് പോരുകയും ചെയ്തു. ഇത്തിരി ദുരിശമുണ്ട്.
ചെല്ലട്ടെ. എനിക്ക് മൊത്തമായി കിട്ടിയില്ല. ഞാൻ പള്ളിക്കുട്ടി പോകുമ്പോ മേടിച്ചോളാം. എന്താ കുത്തൂരിന്ന മുഖത്തൊരു വാട്ടം? തങ്കച്ച് വന്നില്ലയോ? എന്താ അവള് ചീത്ത പറഞ്ഞോ? പുറം കൊഞ്ചം ഞാൻ നീ വിളമ്പി ഞാൻ തീർന്നിച്ചു വരാം. എനിക്കിന്നങ്ങ് രസിച്ചു. മുതലാളി തൊഴിലാളിയായല്ലോ. നിനക്കേടെ പലതും രസിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ആ കൊച്ചുടി എവിടെയെല്ലാം കയറി ഇറങ്ങി നടക്കുന്നുണ്ടല്ലോ. അത്രേ ഉള്ളൂ. അതയാൾ അപ്പനെ കാണാൻ വന്നതാ. അപ്പല്ലാത്ത നോക്കി അപ്പനെ കാണാൻ വരിക. മറ്റാർക്കും ബുദ്ധിയില്ലെന്ന് വരിക്കരുത്. അപ്പു നീ ഒന്ന് വെറുതെ ഇരിക്കും. എല്ലാം ഞാൻ അറിയുന്നുണ്ട്. അറിഞ്ഞെങ്കിൽ കണക്കായിപ്പോയി. അയാൾ എന്നെ കാണാൻ വന്നതാ. ആർക്കാ ചേതം? അത് ഞങ്ങളുടെ ഇഷ്ടമാ. നിങ്ങളുടെ ഇഷ്ടം തങ്കേ. എന്താ പേടിപ്പിക്കുന്നു? ഞാനാരും പേടിപ്പിക്കുന്നൊന്നുമില്ല. അപ്പു നിന്റെ പാട്ടിന് പോ. അപ്പു വന്ന് ചോറുണ്ടപ്പു. വേണ്ട, നീ ആ കൊട്ടുപടി കൊണ്ട കൊടു. അയ്യേ, ഞാൻ വെറുതെ തമാശ പറഞ്ഞതല്ലേ അപ്പുനെ ചൊടിപ്പിക്കാൻ. വേണ്ട വേണ്ട, എനിക്കറിയാം. അപ്പു, എന്റെ അപ്പുന് എന്നെ വിശ്വാസമില്ലേ? ഞാൻ തമാശ പറഞ്ഞതല്ലേ. വാ അപ്പു, എന്റെ അപ്പു അല്ലേ. വാ വന്ന് ചോറുണ്ണ്. അപ്പു വന്ന് ചോറുണ്ണ്. ഇന്ന് ഞാൻ കരയും. ഓം ഗണപതേ നമഃ. എന്താ കണിയൻ ചേട്ടാ? ശാന്തമായിരിക്കൂ, ശല്യപ്പെടുത്താതിരിക്കൂ. ഞാൻ കാണട്ടെ. അതാ അതാ അതാ. ഏതാ? ഞാൻ ഒന്നും കാണുന്നില്ലല്ലോ. കാണുന്നു. ഈ ഗോപാലഗണകൻ കാണാത്തതൊന്നും ഈ പറങ്കിമലയിൽ സംഭവിക്കുകയില്ല. പറങ്കിമലത്തേവരുടെ സ്വന്തം ആളാണ് ഞാൻ. ഞാൻ പരാജയപ്പെട്ടത് ഒരാളുടെ അടുത്ത് മാത്രമേ ഉള്ളൂ. അതാരാണെന്ന് അറിയാവോ? ആരാ? നാണി എന്ന ഭാര്യ എന്ന സ്ത്രീ. കനകം, സ്വർണം, പൊന്ന്, തങ്കം, തങ്ക തങ്ക എന്ന പ്രതിയുടെ ഏറൽപ്പം കുറഞ്ഞിട്ടില്ലേ? ആ, എന്നാലും എറിയുന്നില്ലെന്ന് തീർത്തങ്ങ് പറഞ്ഞുകൂടാ. അതാ അതിന്റെ കാര്യം. ഇത്തരം സംഗതികൾക്ക് ഫലം ക്രമേണേ അനുഭവപ്പെടും. ഇനി കുറെ കൂടി ധൈര്യമായി സമീപിക്കാം. ഉള്ളതാണോ ചേട്ടാ? സംശയം അരുത് ബാലക. ഒന്നുകൂടി ഒഴിക്കൂ. എടാ ഊപ്പേ, ആ കാശ് കിട്ടാ. എന്താണെന്ന് വന്നവനെ വരട്ടുന്നത്? കാശില്ലെങ്കിൽ ആ മീനോട് വെച്ചര്. മീൻ തീരെ കിട്ടുന്നില്ല അണ്ണാ. പിന്നെ നിന്റെ ഇരിക്കുന്നത് എന്തുവാ? മാനാന്നോ? കാലത്ത് തുടങ്ങി പരിധി നടന്നിട്ട് ആകെ കിട്ടി. കൊണ്ടുവാ. ആ, നിന്റെ പറ്റിൽ ഒരു 3 രൂപ വരെ വെച്ചേക്കാം. അയ്യോ, അതിൽ 5-8 രൂപയ്ക്കുള്ള മീനുണ്ട്. അങ്ങോട്ട് 5 രൂപ നഷ്ടമാണ്. നിനക്കിപ്പോ വേണോ? അതിനാ വന്നത്. ആ, അണ്ണാ, ഒന്നും കൂടി.
ആ വന്നാട്ടെ വെള്ളച്ചേട്ടാ. വെള്ളച്ചേട്ടനെ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു ഞാൻ. ഇരുന്നാട്ടെ. നീ ഒഴിച്ചോ, ഒഴി. എന്താടാ നീ മീൻ കച്ചവടം തുടങ്ങി? അയ്യോ എന്റെ ചേട്ടാ ഒന്നും പറയണ്ട. ഇല്ല പോയവന്റെ ഒന്ന് പൊന്നുമല കൊടുത്ത് മേടിച്ച് വെച്ചിരിക്കുക. ആർക്ക് വേണ്ടിട്ടാ? ആർക്കാ? ചേട്ടന്. അല്ലാതെ ആർക്കാ? ചേട്ടന് മീൻ വലിയ ഇഷ്ടമാണെന്ന് എനിക്കറിയാം. അല്ലാതെ എനിക്കെന്തിനാ? എനിക്ക് വീടോ കൂടിയോ ഒറ്റമുണ്ടോ? വെച്ച് തരാൻ ആളുണ്ടോ? ആരാ നീ ഒന്നുകൂടെ ഒഴിക്ക്. അയ്യോ എന്റെ ചേട്ടാ സാധനം തീർന്നു. നിന്റെ വേല മനസ്സിലിരിക്കട്ടെ. ഇവന്റെ പറഞ്ഞു പോലെ തേവരാണ് സത്യം. ആ കണിയാൻ ചേട്ടനും പരമനും കൂടെ. നിന്റെ അമ്മയുടെ പരമൻ ഞാൻ വരുമെന്ന് നിനക്കറിഞ്ഞൂടെ? ചേട്ടൻ ദേഷ്യപ്പെടാതെ. ചേട്ടൻ ഇതുകൊണ്ട് അങ്ങോട്ട് നടന്നാട്ടെ. ചേട്ടൻ വീട്ടിൽ ചെല്ലുന്നതിന് മുമ്പ് ഞാൻ സാധനമായിട്ട് അങ്ങെത്താം. അത് ശരിയാ, മീൻ ചെയ്യത്തുമില്ല. അപ്പൊ ഇന്ന് എന്റെ കൂടി നിന്റെ ചാപ്പാട്.